കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ ലാഭത്തിലാവുകയും നേട്ടം കൊയ്യുകയും ചെയ്യുന്നു എന്ന വാർത്ത വന്നപ്പോഴേ ഉറപ്പായിരുന്നു മനോരമക്കാർ അടങ്ങിയിരിക്കില്ല എന്ന്. പക്ഷെ ഇത്ര വേഗത്തിൽ ഒരു വ്യാജ വാർത്ത വരുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ ദിവസത്തെ മനോരമയുടെ ലീഡ് വാർത്ത കണ്ടല്ലോ. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്ന വമ്പൻ തലക്കെട്ട്. നാട് നന്നായെന്ന് ഞങ്ങൾ സമ്മതിക്കില്ലെന്ന വാശി. ഓരോ തവണ നുണയും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് സ്പോട്ടിൽ തന്നെ പൊട്ടി പൊളിയുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇനിയെങ്കിലും മനോരമ നല്ലപോലെ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ഈ പണിയെടുക്കുന്നു. എവിടെ? ഇമാതിരി തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന എൻ്റെ തലക്കിട്ട് വേണം അടിക്കാൻ. അല്ലാതെ മനോരമ നുണയെഴുത്ത് നിർത്തുന്നു ആരും വിചാരിക്കണ്ട. ഞാനും. ഇനി വസ്തുതയിലേക്ക് വരാം. അതായത് 1990-ൽ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനമാണ് 2024-ൽ താഴ് വാങ്ങിച്ച് മനോരമ പൂട്ടിയത്. ഈ വർഷത്തെ ബജറ്റ് രേഖകൾക്കൊപ്പം സമർപ്പിച്ച ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന്. അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് മാധ്യമങ്ങൾ കൃത്യതയോടെ പറയുമ്പോഴാണ് മനോരമ അതിൽ കരിവാരി തേക്കാൻ ഇറങ്ങിയത്. ഒരുമാതിരി ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്ന പണി. മനോരമ പറയുന്ന 18 സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് 10 എണ്ണമാണ്. ഇവയെല്ലാം 2016-ലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം പുനഃക്രമീകരിച്ചോ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചതോ ആണ്. 34 വർഷം മുമ്പ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനം പോലും പുതുതായി അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന തരത്തിലാണ് കഷ്ടപ്പെട്ട് മനോരമ വളച്ചൊടിച്ച് പേപ്പറിലാക്കിയത്. വ്യക്തമായി പറഞ്ഞാൽ 1990 മുതൽ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണ് മനോരമയുടെ പട്ടികയിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മനോരമയുടെ കേരള വിരുദ്ധ ഡെസ്ക് 34 വർഷം പിറകിലോട്ടാണ് സഞ്ചാരം. ഇനിയുള്ള ചോദ്യം ഈ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയതാണോ എന്നതാണ്. അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഉദാഹരണമായി കെൽട്രോണിന്റെ പേരുള്ള 3 കമ്പനികൾ മനോരമയുടെ പട്ടികയിലുണ്ട്. അതെല്ലാം അവരുടെ സബ്സിഡറി കമ്പനിയാണ്. അതിലൊന്നാണ് കെൽട്രോൺ കൗണ്ടേഴ്സ്. പണ്ട് ടെലിഫോൺ കൗണ്ടേഴ്സ് പോലുള്ളവ ഉണ്ടാക്കാൻ കെൽട്രോണിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം. പിന്നീട് ഈ ഉൽപ്പന്നത്തിന് മാർക്കറ്റ് കുറഞ്ഞപ്പോൾ കമ്പനി ഉൽപ്പാദനം നിർത്തി. ആ സ്ഥാപനം പിന്നെ അവിടെ തുടരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്ഥാപനത്തിന്റെ മാതൃ കമ്പനിയായ കെൽട്രോൺ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളതാണ് ഈ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം കമ്പനികളും. അപ്പം എല്ലാം വ്യക്തമായല്ലോ. ഇതിനോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്. മനോരമ കുത്തിക്കയറ്റിയ ലിസ്റ്റിൽ 25 വർഷം മുമ്പ് പ്രവർത്തനം നിലച്ച പൊതുമേഖലാ സ്ഥാപനമായ കുന്നത്തറ ടെക്സ്റ്റൈൽസ് വരെ ഉണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 1998-ലാണ് സ്ഥാപനം പൂട്ടിയത്. ബുദ്ധി പണ്ടേ പിറകോട്ടാണെന്ന് അറിയാം. എന്നാലും കേരള വിരുദ്ധ ഡെസ്ക് 34 വർഷം പിറകോട്ട് സഞ്ചരിക്കുന്നത് ഇത്തിരി കൂടിപ്പോയില്ലേ? ഇനി മനോരമയുടെ വ്യാജ വാർത്ത ഉൽപ്പാദനം കൈയോടെ പിടിച്ചാൽ എങ്ങനെയിരിക്കും എന്നറിയണ്ടേ? ഇന്നലത്തെ നുണ പൊളിഞ്ഞപ്പോ ഇന്ന് വീണിടം കിടന്ന് ഉരുളുന്നത് കണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി പൂട്ടുവീഴ്ത്തിയത് കെടുകാര്യസ്ഥത എന്നാണ് തലക്കെട്ട്. തങ്ങളുടെ മാനസപുത്രൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും അരങ്ങേറിയതെന്ന് മനോരമയ്ക്ക് പറയാൻ വയ്യ. പിണറായി സർക്കാരിനിട്ട് വെച്ച നുണവെടി UDF സർക്കാരിന് കൊണ്ടു. പിന്നെ അതിൽ നിന്ന് തടിയൂരാനുള്ള അഭ്യാസവുമായാണ് കണ്ടത്തിൽ പിള്ളേരുടെ ഇന്നത്തെ വരവ്. എൻ്റെ സംശയം ഒന്ന് ചോദിച്ചോട്ടെ, നിലവിലുള്ള സർക്കാരിനെതിരെ ഒന്നും തന്നെ പറയാനില്ലാത്തതുകൊണ്ട് മനോരമ ഇനി ടൈം ലൂപ്പ് വെച്ച് പിന്നിലേക്ക് പോയതാണോ? ആർക്കറിയാം. അവർ കൊടുക്കുന്ന വാർത്ത എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെയാ നമുക്ക്.